ജോഷുവ 18 അധ്യായം. ശേഷിച്ച 7 ഗോത്രങ്ങൾ. ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ഇനിയും അവകാശം ലഭിക്കാത്ത 7 ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനാൽ ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അലസരായിരിക്കും? ഓരോ ഗോത്രത്തിൽ നിന്ന് 3 പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ. ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം. അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ. അവർ അത് 7 ഭാഗങ്ങളായി തിരിക്കണം. യൂദ തെക്കുഭാഗത്തുള്ള തൻ്റെ ദേശത്ത് താമസം തുടരട്ടെ. ജോസഫിൻ്റെ കുടുംബം വടക്കുഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്തും. നിങ്ങൾ ആ പ്രദേശം 7ആയി തിരിച്ച് വിവരം എനിക്കു തരുവിൻ. ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നറുക്കിട്ട് അത് നിങ്ങൾക്കു നൽകാം. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയുണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി. ജോർദാന് കിഴക്ക് ഗാദിനും റൂബനും മനാസയുടെ അർദ്ധഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട്. ഇത് കർത്താവിൻ്റെ ദാസനായ മോശ അവർക്കു നൽകിയതാണ്. അവർ യാത്ര പുറപ്പെട്ടു. ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങി വരുവിൻ. ഇവിടെ ഷീലോയിൽ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി നറുക്കിടാം എന്ന് ജോഷുവ പറഞ്ഞു. അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ 7ആയി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി. അവർ ഷീലോയിൽ ജോഷുവയുടെ അടുത്തു പാളയത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ജോഷുവ അവർക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിൻ്റെ മുൻപിൽ വച്ച് നറുക്കിട്ടു. അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് വിഭജിച്ചു കൊടുത്തു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്കു വീണു. യൂദാ ഗോത്രത്തിൻ്റെയും ജോസഫ് ഗോത്രത്തിൻ്റെയും മധ്യേ കിടക്കുന്ന പ്രദേശമാണ് അവർക്കു ലഭിച്ചത്. അവരുടെ വടക്കേ അതിർത്തി ജോർദാനിൽ തുടങ്ങി ജെറീക്കോയുടെ പാർശ്വം വരെ ചെന്ന് മലമ്പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറോട്ടു കടന്ന് ബേത്ത് ആവൻ മരുഭൂമിയിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിൻ്റെ ബദേലിൻ്റെ തെക്കുഭാഗത്തു കൂടെ കടന്ന് താഴോട്ട് ബേത്ത്ഹോറോണിൻ്റെ തെക്കു കിടക്കുന്ന മലയിലൂടെ അത്താറോത്ത് ആദാറിലേക്ക് ഇറങ്ങുന്നു. വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബേത്ത്ഹോറോമിനെതിരെ കിടക്കുന്ന മലയിൽ നിന്ന് യൂദാ ഗോത്രത്തിൻ്റെ പട്ടണമായ കിരിയാത്ത് ബാലിൽ കിരിയാത്ത് യയാറിമിൽ വന്നു നിൽക്കുന്നു. അവരുടെ പടിഞ്ഞാറെ അതിർത്തിയാണിത്. തെക്കുഭാഗം കിരിയാത്ത് യയാറിമിൻ്റെ പ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു. അവിടെ നിന്ന് അത് എഫ്രോണിൽ നെഫ്തോവ നീരുറവ വരെ ചെല്ലുന്നു. അനന്തരം അത് താഴോട്ട് റെഫായിം താഴ്വരയുടെ വടക്കേ അറ്റത്തുള്ള ഹിന്നോമിൻ്റെ മകൻ്റെ താഴ്വരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിൻ്റെ അതിർത്തി വരെയും എത്തുന്നു. വീണ്ടും ഹിന്നോം താഴ്വരയിലൂടെ ഇറങ്ങി ജബൂസ്യരുടെ ദേശത്തിൻ്റെ തെക്കുഭാഗത്തുകൂടെ താഴെ എൻറോഗലിൽ എത്തുന്നു. പിന്നീടത് വടക്കോട്ട് തിരിഞ്ഞ് എൻഷ മെഷിൽ ചെന്ന് അതുമ്മിം കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലിലോത്തിലെത്തി താഴേക്കിറങ്ങി റൂബൻ്റെ മകനായ ബോഹൻ്റെ ശില വരെ എത്തുന്നു. വീണ്ടും ബത്ത് അരാബായ്ക്ക് വടക്കോട്ട് കടന്ന് താഴേക്കിറങ്ങി അരാബായിലെത്തുന്നു. ബത്ഹോഗ്ലായുടെ വടക്കുഭാഗത്തു കൂടി ജോർദാൻ്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകടലിൻ്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു. ഇതാണ് തെക്കേ അതിർത്തി. കിഴക്കേ അതിർത്തി ജോർദാനാണ്. ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിൻ്റെ അതിർത്തികളാണിവ. കുടുംബക്രമമനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: ജെറീക്കോ, ബത്ഹോഗ്ല, എമക് കെസീസ്, ബത്ത് അരാബ, സെമറായിം, ബദേൽ, ആറാവിം, പാര, ഓഫ്ര, കേഫാർ അമ്മോനി,
ഓഫ്നി, ഗേബ എന്നീ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഗിബയോൻ, റാമ, ബേരോത്ത്, മിസ്പെ, കെഫീര, മോസ, റക്കേം, ഇർപ്പേൽ, തരാല, സേല, ഹായലഫ്, ജബൂസ്, ജെറൂസലേം, ഗിബയ, കിരിയാത്ത് യയാറിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത്. കർത്താവിൻ്റെ വചനം.